അങ്ങനെ രാവിലെ കൊച്ചടുക്കളയിൽ വന്ന് നിൽക്കുകയാണ്. ഇന്നിപ്പോൾ ഒരു എന്താ പറയുക, തിരക്കുള്ള ദിവസമാണെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും തിരക്കാണെന്ന് വിചാരിക്കില്ലേ. പക്ഷേ ഇന്നൊരു പ്രോഗ്രാമിന് പോകുന്നുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയൊക്കെ സമയം നേരത്തെ തീർത്തിട്ട് പോകാമെന്നുള്ളതാണ്. അപ്പോൾ ഉണ്ടാക്കി വെക്കുന്നു, കഴിക്കണമെന്ന് നിർബന്ധമില്ല എനിക്ക്. കാര്യം ഞാനൊരു ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് ഇത് കഴിഞ്ഞിട്ട്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാണാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്ഷേത്രത്തിലെ വിശേഷങ്ങളൊക്കെ അത് രണ്ടാമത് റെഡിയായിട്ട് പോകും. അപ്പോൾ ഇപ്പോൾ ഒരു സ്പെഷ്യൽ ഇഡ്ഡലി ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ ഞാൻ വിചാരിച്ചു സ്റ്റഫിംഗ് ഉള്ള ഇഡ്ഡലി, സ്റ്റഫ്ഡ് ഇഡ്ഡലിയാണ്. അതിനകത്തൊരു സ്പൈസി ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനത്തെ ഇത് സ്ഥിരമായിട്ട് ഇപ്പോൾ പല കാര്യങ്ങളും നമുക്ക് സ്റ്റഫ് ചെയ്യാൻ പറ്റും. പൊട്ടറ്റോ സ്റ്റഫ്, ഇപ്പോൾ മസാല ദോശയൊക്കെ ചെയ്യുന്ന പോലെ ഇഡ്ഡലിക്കകത്തും ഇപ്പോൾ മസാല ദോശയുടെ മസാല ഫില്ലിംഗ് വെച്ച് ചെയ്യാറുണ്ട്. ഇനിയിപ്പോൾ പല വെറൈറ്റീസ് ഓഫ് ഇഡ്ഡലീസ്, ദോശാസ് പോലെ തന്നെ വരുന്നുണ്ട്. ഇഡ്ഡലി തന്നെ വെറൈറ്റീസ്. അപ്പോൾ നമുക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് ഇഡ്ഡലി ചെയ്യാം. അപ്പോൾ ഇതൊരു ഗോയിങ് വിത്ത് ട്രെൻഡാണ്. ട്രെൻഡ് അനുസരിച്ച് ഓരോ മാറ്റങ്ങൾ വരികയാണല്ലോ, കാലാകാലങ്ങളായി ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. ഇപ്പോൾ ഇഡ്ഡലി തന്നെ പല പല വെറൈറ്റീസ്. അപ്പോൾ നമുക്കൊരു സ്റ്റഫ്ഡ് ഇഡ്ഡലി ഉണ്ടാക്കാം. അതിന് ആദ്യം വേണ്ടത് അതിൻ്റെ മസാല തയ്യാറാക്കണമല്ലോ. ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നു സോയാ ചങ്ക്സിൽ തന്നെ ആ മസാല തയ്യാറാക്കാം. അതല്ല, നോൺ വെജ് മസാല വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. നമുക്ക് മിൻസ്ഡ് മീറ്റ് വെച്ച് ചെയ്യാം. പിന്നെന്താ പറയുക, ചിക്കൻ വേണമെങ്കിൽ സ്റ്റഫിങ് ആക്കാം. പിന്നെ മഷ്റൂമിൻ്റെ സ്റ്റഫിങ് കൊടുക്കാം വെജിറ്റേറിയൻസിന്. പനീർ സ്റ്റഫിങ് ആവാം. പക്ഷേ ഇതിപ്പോൾ സോയാ ചങ്ക്സ്. ഇത് ചെറിയ കുഞ്ഞ് സോയാ ചങ്ക്സും കിട്ടും, വലുതും കിട്ടും. ഇത് ചെറുതാണ്, അത് നോക്കിക്കോളൂ. ഇത് സ്മോൾ സോയാ ചങ്ക്സാണ്. ഇതിങ്ങനെ ഞാൻ കുറച്ച് നേരമായി വെള്ളത്തിൽ ഇട്ടിട്ട്, ഇത് തലേദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് ഒന്നുകൂടിയൊക്കെ ഒന്ന് കഴുകിയിട്ട് നമുക്കിത് വേവിക്കാം. ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടൊന്ന് വേവിച്ച് ഊറ്റിയെടുക്കാം. വെള്ളം തിളച്ചൂതേ സോയാ ചങ്ക്സ് ചെറുത്. ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇച്ചിരി ഉപ്പും കൂടി ചേർക്കാം. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും, കാര്യം ഇത് നല്ല കുതിർന്നിരിക്കുമായിരുന്നു. ഇതിപ്പോൾ ദേ പാകത്തിന് വെന്ത് കഴിഞ്ഞു. ചൂട് കാണുമ്പോൾ നോക്കിക്കോളൂ, ദേ സോഫ്റ്റ്. ഇനി ഇത് വെള്ളത്തിൽ നിന്ന് ഊറ്റി മാറ്റും. ഇതെല്ലാം പെട്ടെന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ്. ചെറിയ കടല പോലെ കിടക്കുന്നു, ആ സൈസേ ഉള്ളൂ. വെള്ളക്കടലയുടെ ഒരു സൈസാണ് ഈ സോയാ ചങ്ക്സിന്. ഇത് വാങ്ങാൻ കിട്ടും പല ബ്രാൻഡ്സിൻ്റെയും. സോയാ ചങ്ക്സ് നാനോ എന്ന് പറഞ്ഞാൽ മതി. സോയാ ചങ്ക്സ് നാനോ സൈസല്ലേ, ചെറുത്, കാണാനും ക്യൂട്ടാണ്. ഇത് ഏകദേശം ഒരു കപ്പ് ആണ് ഞാൻ വെള്ളത്തിലിട്ടിരുന്നത്. വെന്ത് കഴിഞ്ഞപ്പോൾ ഇത്രയും കിട്ടി. അപ്പോൾ ഇനി അതിൻ്റെ മസാല തയ്യാറാക്കുന്നു. അപ്പം സോയാ ചങ്ക്സ് നാനോ റെഡിയായി കഴിഞ്ഞു, വെന്ത് കഴിഞ്ഞു. ഇത് അടുപ്പിലേക്ക് പാത്രം വെച്ച് ചൂടാക്കുന്നു. ഇനി ബാക്കി കാര്യങ്ങൾ. ഒരു മസാല, ഇത് തിക്കാണ്, നല്ല എന്താ പറയുക, ഒരു പെരണ്ടതുപോലെ, ലൂസ് ഗ്രേവി അല്ല, കട്ടിക്ക്. അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അല്പം കടുകിട്ട് പൊട്ടിക്കാം. ഇതിപ്പോൾ നമ്മൾ സ്റ്റഫിങ്ങിന് വേണ്ടിയിട്ടാണ് ഫില്ല് ചെയ്യാൻ. അപ്പോൾ അതിനകത്ത് കടുക് മാത്രം മതി. വറ്റൽമുളക്, കറിവേപ്പില അങ്ങനെയൊന്നും വേണ്ട. കാര്യം നമ്മളത് ഒന്നുകിൽ കഴിക്കണം, അല്ലെങ്കിൽ അത് ഇളക്കി മാറ്റേണ്ടി വരും. അപ്പോൾ കടുക് പൊട്ടിക്കഴിഞ്ഞു. ഇനി ഒരു 2 മീഡിയം സൈസ് സവാള, 2 പച്ചമുളക് നന്നായിട്ട് വഴറ്റി കുഴയുന്ന പോലെ ആവണം. ഇച്ചിരി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ സവാളയൊക്കെ വാടി നല്ല കുഴഞ്ഞ് വരാൻ പോലും, കളർ മാറുന്നതല്ല, അതിന് മുന്നേ ഇച്ചിരി വാടി കുഴയുന്നൊരു പാകം. ഒരല്പം മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ. കുറച്ച് നമ്മൾ സോയാ ചങ്ക്സിൽ ഓൾറെഡി ചേർത്ത് കഴിഞ്ഞു. ഇനി ചേർക്കുന്ന മല്ലിപ്പൊടിയാണ്. ഇതിൽ ഞാനൊരു പെപ്പർ ഫ്ലേവറിലാണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ മുളക് പൊടിയുടെ ഒന്നും ഉണ്ടാവില്ല. മല്ലിപ്പൊടി ഒരു 1.5 ടേബിൾ സ്പൂൺ ചേർക്കാം. തീ അല്പം കുറയ്ക്കാം. അതായത് ഇത് അതിൻ്റെ പച്ചച്ചുവയൊന്ന് മാറണം, അത്ര ഉള്ളൂ. ഇതിൽ എരിവെന്ന് പറയുന്നത് പച്ചമുളകിൻ്റെ എരിവും. ഇനി കുരുമുളക് പൊടി, ഇതിപ്പോൾ ഞാൻ 1/2 ടീസ്പൂൺ നിറച്ച് ചേർത്തിട്ടുണ്ട്. നോക്കിയിട്ട് ഇനി ചേർക്കാം. ഇഞ്ചി അരച്ചത്, വെളുത്തുള്ളി അരച്ചത് 1/2 ടീസ്പൂൺ അത്രയും, അതും കൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇനി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ ചേർക്കാം. 1/2 ടീസ്പൂൺ വെച്ചേ ചേർക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം. ഈ വെള്ളത്തിൽ കിടന്നിട്ട് ഉള്ളി വേഗണം, ഒന്നുകൂടി ഒന്ന് കുഴഞ്ഞു വരണം.
കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. സോയാ ചങ്ക്സിൽ ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്, എങ്കിലും മസാലയിൽ ഉപ്പ് വേണമല്ലോ. ഒരു 1/4 മുതൽ അര ടീസ്പൂൺ വരെ ഗരം മസാലയുടെ പൊടിയാണ്. മസാല മണം എത്ര ഇഷ്ടം അതനുസരിച്ചിട്ട്. വെന്ത് കുഴഞ്ഞ് തുടങ്ങുന്ന ആ ഒരു സ്റ്റൈലാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് സോയാ ചങ്ക്സ് വേവിച്ചത് ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടി കിടന്ന് നന്നായിട്ട് വേകട്ടെ. ഒന്നുകൂടി സോയാ ചങ്ക്സ് നന്നായിട്ട് വെന്തതാണ്, എങ്കിലും ഇത് കടല മസാല പോലെ ഉണ്ട് കാണാൻ. അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ എല്ലാം കൂടി ചേർത്ത് ഒരു 1/2 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചിട്ട് അല്പസമയം കൂടി വേകട്ടെ. ആ സവാളയൊക്കെ ഒന്നുകൂടി ഒന്ന് കുഴഞ്ഞ് വരും. ഒരു ടൈറ്റ് മസാലയാക്കി എടുക്കാം. ഇപ്പോൾ ഏതാണ്ട് റെഡിയായി കഴിഞ്ഞു, ടൈറ്റായി. ഇനി കുറച്ച് മല്ലിയില, ഇത്രയേ ആവശ്യമുള്ളൂ. ഇതിൽ പുളിയുടെ കാര്യങ്ങളൊന്നും വേണ്ട, അതായത് ടൊമാറ്റോയോ യോഗട്ടോ അങ്ങനെയൊന്നും ഞാൻ ചേർക്കുന്നില്ല. കാര്യം ഇഡ്ഡലിയിൽ എന്തായാലും ഒരു ചെറിയൊരു പുളിയൊക്കെ ഉണ്ടാവുമല്ലോ ഇഡ്ഡലി മാവിൽ. പിന്നെ നമ്മളൊരു ചട്നി ഉണ്ടാക്കും, അതിന് അത്യാവശ്യം ടൊമാറ്റോ ചട്നിയല്ലേ ചെയ്യുന്നത്, മതിയോ? യെസ്, ഒരു മീറ്റ് മസാല പോലെയാണ് ചെയ്തിരിക്കുന്നത്. ടീ ഓഫ് ചെയ്യാം. സംഭവം റെഡി. യെസ്, അങ്ങനെ സോയ ചങ്ക്സ് നാനോയുടെ മസാല ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഒരു പെപ്പർ മസാലയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഇതിൽ ഗരം മസാല നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്താൽ മതി. ഇനി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, മസാലയുടെ ഫ്ലേവർ. ഇഡ്ഡലി മാവും റെഡി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. അത് ഇഡ്ഡലി മാവിൻ്റെ പാകം. മാവ് കോരി ഒഴിച്ചാൽ അത് അവിടെ നിൽക്കണം, അതാണ് പാകം. അപ്പോൾ ഇഡ്ഡലി തട്ടെടുത്തിട്ട് വന്നു. ആദ്യം ഒരൽപ്പം മാവ്, ഇത് എണ്ണ തടവിയതാണ്. മസാല, മസാല നമുക്ക് ആവശ്യമനുസരിച്ച് വെച്ചാൽ മതി. കാര്യം ഒരുപാട് വെച്ചാൽ ഓവർഫ്ലോ ആകും. ഇതിൻ്റെ മാവും എല്ലാം കൂടി വരണമല്ലോ. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മാവും കൂടി ഫില്ല് ചെയ്യും. ഈ രീതിയിലാണ് ഇഡ്ഡലി ഫില്ല് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ചൂടായി കിടക്കുന്ന ഇഡ്ഡലി പാത്രത്തിൻ്റെ അകത്തേക്ക് വയ്ക്കും. അപ്പോൾ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് തട്ട് വയ്ക്കുന്നു, ഇതിൻ്റെ മുകളിലായിട്ട് സെക്കൻഡ് തട്ട്. ഇതുപോലെ തന്നെ സെക്കൻഡ് തട്ടും നിറച്ചിട്ടുണ്ട്. അപ്പോൾ 2 തട്ടും ഇതിനകത്തേക്ക് വയ്ക്കും. വെള്ളം നല്ല തിളച്ച് തുടങ്ങി. വെയിറ്റിംഗ്. ആവി കയറി ഇഡ്ഡലി വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഡിമോൾഡ് ചെയ്യും. അപ്പോൾ ഇഡ്ഡലി റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഇഡ്ഡലിക്ക് വേണ്ട ചമ്മന്തിക്ക് എല്ലാം ഞാൻ അരിഞ്ഞ് കഴിഞ്ഞു. ഇതൊരു ടൊമാറ്റോ, ഇത് തണ്ണി ചട്നി എന്ന് പറയുമ്പോൾ കുറച്ച് ലൂസായിട്ടുള്ളൊരു ടൊമാറ്റോ ചട്നിയാണ്. സാധാരണ ടൊമാറ്റോ ചട്നി ഇങ്ങനെ നമ്മളിങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ പരണ്ടിരിക്കുന്ന എല്ലാവരും എണ്ണയൊക്കെ ഇങ്ങനെ കിനിഞ്ഞ് വരുന്നത്, അതല്ലേ നല്ലത്. പക്ഷേ ഇതങ്ങനെയല്ല, നമ്മളിങ്ങനെ തേങ്ങ ചട്നി പോലെ ഇങ്ങനെ ലൂസായിട്ട് ചെയ്യാം. അങ്ങനെ തണ്ണി ചട്നി റെഡിയായി തോന്നുന്നു, നോക്കട്ടെ. യെസ്, സോ നമ്മുടെ സ്റ്റഫ്ഡ് ഇഡ്ഡലി റെഡി. ഇനി ഇത് അല്പം ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം, എന്നിട്ട് ഡിമോൾഡ് ചെയ്യാം. ഇതിപ്പോൾ നോക്കിയാൽ ഇത് കറക്റ്റായിട്ടാണ് സെറ്റായിരിക്കുന്നത് പാകം. ഇത് കുറച്ച് കൂടുതൽ ഞാൻ മാവ് ഒഴിച്ചിരുന്നു, അതുകൊണ്ട് കുറച്ചുകൂടി പരന്ന കുറച്ചുകൂടി ബിഗർ ഇഡ്ഡലീസായി, തമ്മിൽ ഒട്ടുന്ന പോലെ, അങ്ങനെ ആ ഒരു സ്റ്റൈലിൽ. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ചെയ്യണതാണ് കാണാനുള്ള ലുക്ക്. ഇത് കുറച്ചുകൂടി ഫില്ലിംഗ് ആയിരിക്കും, കൂടുതൽ കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. ഓക്കെ, എന്തായാലും തണുത്ത് കഴിഞ്ഞിട്ട് ഡിമോൾഡ് ചെയ്യും. തണുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് ഇഡ്ഡലി ഓക്കെ, നല്ല കറക്റ്റ് ആ ഒരു ഇഡ്ഡലിയുടെ ഷേപ്പിൽ തന്നെ കിട്ടും. കാണാൻ പ്രസൻറ്റബിൾ ഇത്രയും മാവ് ഒഴിച്ച് ചെയ്യുന്നതാണ്.
ഇത് നമ്മൾ കുറച്ച് കൂടുതൽ മാവ് ഒഴിച്ച് എടുത്ത ഒരു തട്ട്, സെക്കൻഡ് തട്ട്, അത് അതിനെക്കാട്ടി കുറച്ചുകൂടി വലുതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലൊട്ടിയിരുന്നത് കൊണ്ടാണ് ആ ഒരു കുറച്ചൊരു ഷേപ്പ് ഡിഫറൻസ്. ഇത് പെർഫെക്റ്റായിട്ട് ഇങ്ങനെ കിട്ടും ഈ രീതിയിൽ ചെയ്താൽ. അപ്പോൾ മാവ് ഒഴിക്കുമ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇത് കുറച്ചുകൂടെ നിറച്ച് ഉണ്ടാവും. സ്റ്റഫിങ്ങും കൂടുതലായിരിക്കും, മാവും കൂടുതലായിരിക്കും. ചട്ടി ചൂടായി കഴിഞ്ഞു. ഇച്ചിരി വെളിച്ചെണ്ണ, 1 ടേബിൾ സ്പൂൺ. 1 ടേബിൾ സ്പൂൺ തന്നെ വേണമെന്നില്ല, നോക്കിയിട്ട് ചേർത്താൽ മതി. എണ്ണ ചൂടായി. ഇനി ഇതിലേക്ക് ഒരു 2 കഷ്ണം വെളുത്തുള്ളി അരിഞ്ഞതും, ഒരു പച്ചമുളക്, സവാള, ഒരു മീഡിയം സവാള, ഒരു ഭയങ്കര നേരിയതായിട്ട് അരിയണ്ട, കുറച്ച് തിക്കായിട്ടാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത്. ഇനി ഇതിനോടൊപ്പം 2 മീഡിയം സൈസ് ടൊമാറ്റോ. നമ്മുടെ സ്വന്തം ടൊമാറ്റോ ആണ്, മോളീസ് ഗാർഡൻ ടൊമാറ്റോ, ഓർഗാനിക്, വളമില്ലാത്ത വിഷരഹിതമായ ടൊമാറ്റോ. ടൊമാറ്റോ എല്ലാം നന്നായിട്ട് കുഴഞ്ഞ് വരണം. പച്ചച്ചുവൊക്കെ മാറി, ഉള്ളിയൊക്കെ കളറൊക്കെ മാറി തുടങ്ങി, പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയും എല്ലാം. യെസ്, നല്ല മണം. ആഹാ. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി. എത്ര സ്പൈസി വേണം അതനുസരിച്ചിട്ടാണ് മുളക് പൊടി. ഒരു 1/2 ടേബിൾ സ്പൂൺ ഞാനിപ്പോൾ ചേർക്കുന്നു. തീ നന്നായിട്ട് കുറയ്ക്കാം. ഒരു പച്ചമുളകുണ്ട്, ഇപ്പോൾ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത്. 1/2 ടേബിൾ സ്പൂൺ പറഞ്ഞാൽ 1.5 ടീസ്പൂണാണ്. ഇനി അത്ര എരിവ് വേണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർത്താലും മതി. ഇനി ഉപ്പ് ചേർക്കണം. ഇത് തണ്ണി ചട്നിയായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അത് ഗ്രേവി പോലെ കുറേ കാണും. ആ മുളക് പൊടിയിലേക്ക് ഒരു പച്ചച്ചുവയൊക്കെ മാറി ആ മൂത്ത് തുടങ്ങി. ഇനി ഇതിലേക്ക് ഒരു കാര്യം കൂടി ഞാൻ ചേർക്കും. 1 ടേബിൾ സ്പൂൺ കടലമാവ്. ഒരു വെറൈറ്റി കോമ്പിനേഷനാണ്, ഗംഭീരമായിരിക്കും. അതും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പച്ചച്ചുവയൊന്നും ഉണ്ടാകാൻ പാടില്ല. എല്ലാം ചൂടായി കിടക്കുന്നുണ്ട്, പെട്ടെന്ന് തന്നെ ഇതെല്ലാം പാകത്തിന് മൂത്ത് കിട്ടും. യെസ്, തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഒരല്പം തണുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് മിക്സിയിൽ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അങ്ങനെ ടൊമാറ്റോ, സവാള നമ്മൾ വഴറ്റിയെടുത്ത കാര്യങ്ങളെല്ലാം കൂടി കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുത്തു. നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് താളിച്ച് അടുപ്പിലേക്ക് ഇടുന്നു. കുറച്ച് വെള്ളവും കൂടി ചേർക്കും. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. എണ്ണ ചൂടായി തുടങ്ങി. 1 ടീസ്പൂൺ കടുക്, കറിവേപ്പില. ഇനി വറ്റൽമുളക് ഇട്ട് കറിവേപ്പില. മോളീസ് ഗാർഡൻ കറിവേപ്പിലയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ സ്വന്തം കറിവേപ്പില. ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് എത്ര വേണമെങ്കിലും നമുക്ക് ലൂസാക്കാം. ഇതൊരു തണ്ണിച്ചമ്മന്തിയാണല്ലോ. 1/2 കപ്പ് കൂടി ചേർക്കാം. ഇഡ്ഡലി ഇങ്ങനെ മുങ്ങി കിടക്കാൻ ആവശ്യത്തിനുള്ള ചട്നി വേണം. യെസ്, ഇനി ഉപ്പ് നോക്കാം. ഉപ്പ് വേണ്ടി വരും, എക്സ്ട്രാ കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. അത്ര മതി. ഇനി ഇത് തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ആക്ച്വലി പറഞ്ഞ കാര്യം. ഇതെല്ലാം വഴറ്റിയ ചേരുവകളാണ്. ജസ്റ്റ് ഒരു തിള വന്നാൽ മതി. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് കൊഴുത്ത് വരും. ഇതിൽ കടലമാവൊക്കെ ഉള്ളതുകൊണ്ട് ഇച്ചിരൂടെ വെള്ളം വേണമെങ്കിലും ഒഴിക്കാം, ആവശ്യാനുസരണം ഒഴിച്ചോളൂ. തണ്ണിച്ചട്നി, ടൊമാറ്റോ തണ്ണിച്ചമ്മന്തി ഓർ തണ്ണിച്ചട്നി. ഇനി ഇതിൽ കുറച്ച് ഈ ഒരു പുളിയെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരല്പം പഞ്ചസാരയും കൂടി ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ആകാം. അപ്പം ഞാൻ 1/2 ടീസ്പൂൺ ചേർക്കും. അപ്പോൾ കറക്റ്റായിരിക്കും. 1 ടീസ്പൂൺ ആയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ശർക്കര ചേർത്താലും മതി. 1 ടീസ്പൂൺ ശർക്കര ചീകിയത് അല്ലെങ്കിൽ പൊടിച്ചത്. എല്ലാം പാകം. അങ്ങനെ നമ്മുടെ ടൊമാറ്റോ തണ്ണിച്ചട്നി തളയെല്ലാം വന്നു കഴിഞ്ഞു. തീ ഓഫ് ചെയ്യാം. തക്കാളി തണ്ണിച്ചട്നി പാത്രത്തിലേക്ക് പകർന്ന് മാറ്റട്ടെ. വളരെ ടേസ്റ്റി ആട്ടോ ഇത്, സൂപ്പറാണ്, യമ്മി.
അങ്ങനെ കുളിച്ച് റെഡിയായി ഇറങ്ങുന്നു. ഇന്നൊരു സ്ഥലത്ത് പോകണം, കടയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ക്ഷേത്രത്തിലേക്ക്. അപ്പോൾ യാത്ര തുടങ്ങി. ഇവിടുന്ന് ഏകദേശം ഒരു 55 കിലോമീറ്റർ. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന ഈസ്റ്റ് ഫോർട്ട് ഭാഗത്താണ്. അവിടുന്ന് ഇത് കടയ്ക്കൽ പോകുന്ന MC റോഡാണ്. 55 കിലോമീറ്റേഴ്സോളം ഉണ്ട്. കിളിമരത്ത് കാവിൽ എന്ന് പറയുക, ആഞ്ജനേയ ടെമ്പിൾ കിളിമരത്ത് കാവിൽ, അവിടേക്കാണ് പോകുന്നത്. വളരെ പഴക്കം ചെന്ന് വളരെ ഫേമസ് ആയിട്ടുള്ള ക്ഷേത്രമാണ്. അവിടെ കുറച്ച് വിശേഷങ്ങളുണ്ട്, അതെല്ലാം അവിടെ ചെന്നിട്ട് ഞാൻ പങ്കിടാം. എന്തായാലും നമ്മൾ ഏകദേശം ഒരു മണിക്കൂറിൽ കൂടുതൽ എടുക്കും അവിടെ എത്താൻ. അപ്പോൾ യാത്ര തുടങ്ങാം. അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ ഷെയർ ചെയ്യാം. കറക്റ്റ് 9 മണിക്ക് ഞാൻ ഇവിടെ എത്തും എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ആ 9 മണിക്ക് തന്നെ എനിക്ക് ക്ഷേത്രത്തിൻ്റെ മുന്നിൽ എത്താൻ സാധിച്ചു. ഇത് ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ വരുന്ന പ്രസിദ്ധമായ കിളിമരത്ത് കാവ് ക്ഷേത്രമാണ്. ഇവിടുത്തെ ആഞ്ജനേയ ദിവ്യ ദർശനം എന്ന് പറഞ്ഞ ഉത്സവം വളരെ വളരെ പ്രസിദ്ധമാണ്. അതിൻ്റെ ഒരു തുടക്ക ദിവസങ്ങളാണ് ഇതൊക്കെ. അതുമായി ബന്ധപ്പെട്ടിട്ട് ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങൾ ക്ഷണിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇവിടേക്ക് വരുന്നത്. വളരെ ഊഷ്മളമായ ഒരു സ്വീകരണം തന്നെയാണ് അവരെനിക്ക് തന്നത്. ക്ഷേത്രത്തിന്റെ ഐതിഹ്യം ഇങ്ങനെയാണ് പറയുന്നത്. പാണ്ഡവരുടെ വനവാസകാലത്ത് പാശുപതാസ്ത്രം നേടുന്നതിനു വേണ്ടി അർജുനൻ ശിവനെ തപസ് ചെയ്യാൻ യാത്രയായി. ഒരു നാൾ വഴിമധ്യത്തിൽ യാത്രാക്ഷീണം കൊണ്ട് അദ്ദേഹം ഒരു പാറപ്പുറത്ത് ഉറങ്ങി. ഉണർന്ന യാത്ര തുടർന്നപ്പോൾ ഒരു പക്ഷി അദ്ദേഹത്തിന് ചുറ്റും പറന്ന് ശബ്ദമുണ്ടാക്കിക്കൊണ്ടേയിരുന്നു. പക്ഷിയുടെ ശബ്ദത്തിൽ സന്ദേഹം തോന്നിയ അർജുനൻ ധ്യാനനിരതനായി. പക്ഷിയുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയ അദ്ദേഹം ആ പക്ഷിയെ തന്നെ പിന്തുടർന്നു. പക്ഷി പല ദിവസവും പറന്ന് ഒരു താഴ്വാരത്തിലെത്തി. ശുദ്ധജലം ഒഴുകുന്ന ഒരു നീർച്ചാലിനടുത്ത് ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന ഒരു മരത്തിൽ പറന്നുപറ്റിയ പക്ഷി അർജുനന്റെ ശ്രദ്ധ അവിടേക്ക് ആകർഷിച്ചു. കിളി വിളിച്ച ആ സ്ഥലത്തേക്ക് അർജുനൻ എത്തി. ഒരു വലിയ കിളിമരത്തിൽ ഇരുന്നാണ് കിളി ചിലച്ചുകൊണ്ടിരുന്നത്. മരത്തിന്റെ കടയ്ക്കൽ പറന്നിരുന്ന കിളി അർജുനന്റെ മുഖത്തേക്ക് നോക്കി, ഇവിടെയാണ് നിന്റെ തപസ്സിനുള്ള സ്ഥലം എന്ന് പറയുന്നത് പോലെ അർജുനന് തോന്നി. കിളി പെട്ടെന്ന് അടുത്തുള്ള കൂവളത്തിൽ ചെന്ന് ഇലകൾ കുത്തി അവിടെ കൊണ്ടിട്ടു. ശിവനെ തപസ് ചെയ്യാൻ പറയുന്നത് പോലെ പ്രാർത്ഥനയായിട്ടും അത് തോന്നി. കിളി വരുത്തിയ ആ കാവിലിരുന്ന് അർജുനൻ തപസ് ആരംഭിച്ചു. കിളി മരത്തിലിരുന്ന സ്ഥലമായതിനാൽ കിളിമരത്തിൽ കാവ് എന്നും സ്ഥലം അറിയപ്പെട്ടു. അർജുനൻ അടുത്തു കണ്ട ചെറുപൊയ്കയിൽ കുളിച്ച് അവിടെ നിന്നും കിട്ടിയ ശിവലിംഗ രൂപമുള്ള ഒരു കല്ലിനെ ശിവന്റെ പ്രതിരൂപമായി ആരാധിച്ചു. കാലം പലതും കടന്നു. അർജുനന്റെ തപസ് കഠിനമായി. അർജുനന്റെ കഠിനമായ ശിവഭക്തിയിൽ സംതൃപ്തനായ ശിവഭഗവാൻ പാർവതി സമേതനായി പ്രത്യക്ഷപ്പെടുന്നു. ശിവഭഗവാനെ സാഷ്ടാംഗം നമസ്കരിച്ച അർജുനന് ഭഗവാൻ പാശുപതാസ്ത്രം നൽകി അനുഗ്രഹിച്ചു. ശിവന്റെ കാട്ടാളവേഷം ഞങ്ങൾക്കും കൂടി കാട്ടിത്തരണമെന്ന് അഭ്യർത്ഥിച്ച് ഗണപതി, മുരുകൻ, ശാസ്താവ്, ആഞ്ജനേയൻ തുടങ്ങിയ ദേവഗണങ്ങൾ എത്തുകയും അവർക്ക് ആ രൂപം കാട്ടിക്കൊടുത്ത ശേഷം ഭഗവാൻ പറഞ്ഞു, നമ്മൾ നിന്ന ഈ സ്ഥലം പരിപാവനമാണ്. ഇവിടെ എത്തി പ്രാർത്ഥിക്കുന്നവർക്ക് എല്ലാ മംഗളങ്ങളും ഉണ്ടാകും. ഭഗവാൻ മറഞ്ഞ ആ സ്ഥലത്ത് ഒരു ശിവലിംഗം സ്വയംഭൂവായി ഉണ്ടാവുകയും ചെയ്തു. ഇന്നും കിളിമരത്ത് കാവ് ക്ഷേത്രത്തിൽ 2 ശിവലിംഗമാണ് ആരാധിക്കപ്പെടുന്നത്. താണവും ശിവശക്തി ചൈതന്യവും കുടികൊള്ളുന്ന പുണ്യദേവ സങ്കേതമാണ് കിളിമരത്ത് കാവ് ക്ഷേത്രം എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇവിടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ആദിമകാലത്ത് പാർവതി പരമേശ്വരന്മാരുടെ സ്വയംഭൂ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. ഒരു ക്ഷേത്ര വളപ്പിന്റെ ഉള്ളിൽ തന്നെ ശിവഭഗവാൻ ജ്യോതിർലിംഗങ്ങളിൽ ദക്ഷിണാമൂർത്തിയായും കിരാതമൂർത്തിയായും കുടികൊള്ളുന്നു എന്നുള്ളതും ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ്. ഭക്തന് അനുകൂല ഭാവത്തിൽ അനുഗ്രഹം ചൊരിയുന്നവനാണ് ദക്ഷിണാമൂർത്തി. ഭക്തന്റെ ദോഷങ്ങളെ നിഗ്രഹിച്ച് അവന് അനുഗ്രഹം നൽകുന്നവനാണ് കിരാതമൂർത്തി. അപ്പൊ ഈ 2 ഭാവങ്ങളുള്ള ശിവഭഗവാനും ഈ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ കുടികൊള്ളുന്നു. ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത, ഇത്രയധികം വൈവിധ്യമാർന്ന ശ്രീകോവിലുകൾ ഉള്ള ക്ഷേത്രം വളരെ വളരെ അപൂർവമാണ്. അതായത് ഇവിടുത്തെ ശ്രീകോവിലുകളെല്ലാം തന്നെ വ്യത്യസ്തമാണ്.
വട്ട് ശ്രീകോവിലിൽ ശിവപാർവതിയുടെ പ്രതിഷ്ഠ, ഇല്ലപ്പന്തൽ ശ്രീകോവിലിൽ മഹാനടൻ, സമചതുര ശ്രീകോവിലിൽ ഗണപതി ഭഗവാൻ, ഗജവൃഷ്ടാകൃതിയിൽ ആഞ്ജനേയ സ്വാമി, എട്ടുപട്ടം ശ്രീകോവിലിൽ മുരുക ഭഗവാൻ, ദീർഘചതുര ശ്രീകോവിലിൽ ശാസ്താവും, ദീർഘവൃത്ത ശ്രീകോവിലിൽ നവഗ്രഹങ്ങൾ. ഇങ്ങനെ വ്യത്യസ്തവും വൈവിധ്യമാർന്ന ശ്രീകോവിലുകളിലാണ് ഈ ക്ഷേത്രത്തിൽ ദേവന്മാരെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഇത് കമണ്ടലു വൃക്ഷമാണ്. കമണ്ടലു. കമണ്ടലു, കമണ്ടലു എന്ന് പറയുന്ന വൃക്ഷം. ഓ, അത് റയറാണല്ലോ. ഇത്രയും വലിയ കായോ? ഇതിലാണോ ഉണ്ടാക്കുന്നത് കമണ്ടല്, ഈ പാത്രം ഉണ്ടാക്കുന്നേ? ഓ, ഋഷിമാരെല്ലാം ഇങ്ങനെ വെള്ളം എന്താ തീർത്ഥജലമൊക്കെ കൊണ്ടുപോണേ കമണ്ടല്. ഫ്രൂട്ടാ ഇത്. അയ്യോ, ഇതിലാണോ ഉണ്ടാക്കുന്നത് അല്ലേ? ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ ഈ മരം. ശരി, കമണ്ടല വൃക്ഷം. കമണ്ടലു, കലാബാഷ് ട്രീ എന്നാണ് അതിന്റെ ഇംഗ്ലീഷ് പേര് അല്ലേ? ഹിമാലയ സാനുക്കളിൽ കാണപ്പെടുന്ന ഒരു വൃക്ഷമാണിത്. അതെങ്ങനെ ഇവിടെ വന്നു അല്ലേ? ഓ, അത് ശരി. ഹിമാലയത്തിന്റെ താഴ്വരകളിൽ മാത്രം വളരുന്ന ഒരു വൃക്ഷമാണിത്, കമണ്ടലു വൃക്ഷം. സാധാരണ ഇവിടെ വലിയ അതിശയമാണിത്. സന്തോഷവാനായ അഗസ്ത്യ മഹർഷി കമണ്ടലുവിൽ ജലം നിറച്ച് യാത്ര തുടർന്നു. അങ്ങനെ അദ്ദേഹമൊക്കെ ഇങ്ങനെ കയ്യിൽ, അതാണ് നമ്മുടെയൊക്കെ ഓർമ്മയിലെ കഥകളല്ലേ, പുരാണ കഥകളിലൊക്കെ കേൾക്കുന്നത് കമണ്ടലു. ആ ഒരു ഫ്രൂട്ടിൽ നിന്നാണ് ആ ഒരു ഉണ്ടാക്കിയെടുക്കുന്നത് കമണ്ടലു ഷേപ്പ്. അപ്പൊ ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മള് ശിവപാർവതി അർദ്ധനാരി സങ്കല്പം അവിടെ. അപ്പോൾ 2 ശിവഭഗവാനുണ്ട്. അപ്പോൾ അത് പാർവതി ദേവിയോടൊപ്പം. പിന്നെ ഇവിടെ ഈ തൊട്ട് പിന്നിലായിട്ട് കിരാതമൂർത്തിയായിട്ടാണ്. ഇത് രൗദ്രഭാവമാണ്. അദ്ദേഹത്തിനെ തണുപ്പിക്കാനായിട്ട് ഫ്രണ്ടിൽ കുളമുണ്ട് അല്ലേ? അങ്ങനെയല്ലേ പറയുന്നത്? അവിടെയാണ് ഹനുമാൻ ഭഗവാന്റെ. അകത്ത് വെള്ളം വീഴുന്ന രീതിയിൽ അകത്ത് 4 കെട്ട് പോലെയാണ്. വളരെ പഴക്കം ചെന്ന ക്ഷേത്രമായിരുന്നു. അപ്പോൾ ഈ 2011 ചിത്രങ്ങളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അതിനുശേഷമാണ് ഇങ്ങനെ ഗോപുരങ്ങളും ക്ഷേത്രത്തിനെ ഈ രീതിയിലേക്ക് മാറ്റിയത്. 2 ശിവലിംഗം മാത്രം ഉണ്ടായിരുന്ന ഒരു പ്രദേശമായിരുന്നു ഇത്. നോക്കിക്കോളൂ. ഓ, വലിയ മാറ്റമാണല്ലോ. നാളെ ആഞ്ജനേയ ദിവ്യദർശന പൂജ തുടങ്ങിയാണ്. അതിന്റെ ഒരു മണ്ഡപമാണ് ഇത്. ഭഗവാനെ കുടിയിരുത്താനുള്ള ഇവിടെ കൊണ്ടിരുത്തോ? ശിവലിംബത്തിൽ ആവാഹിച്ച് ഇവിടെ ഇരുത്തിയിട്ട് എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും ആഞ്ജനേയ ദിവ്യ ദർശന പൂജയാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ലഡ്ഡു നിർമ്മാണം. അതിൻ്റെ വർഷത്തിലൊരിക്കൽ മാത്രമുള്ള ലഡ്ഡുവാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. വർഷത്തിലൊരിക്കലേ ഉള്ളൂ ഇത്. അത് പൂജിച്ച് ആവശ്യക്കാർക്ക് കൊടുക്കും. അപ്പോൾ ആഞ്ജനേയ ദിവ്യ ദർശനം എന്ന് പറഞ്ഞ ഒരു സങ്കല്പമുണ്ട്. ആ ദിവസങ്ങളാണ് ഇനി. അപ്പോൾ അതിനു വേണ്ടിയുള്ള മണ്ഡപമാണ് ഇവിടെ ഒരുങ്ങിയിരിക്കുന്നത്. ഇതാണ് ഹനുമാനസ്വാമിയുടെ പ്രതിഷ്ഠ, ആഞ്ജനേയ സ്വാമി. അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാട് ഇതാണ് നീരാഞ്ജന നെയ്വിളക്ക്. ഇത് 2 നെയ്വിളക്കുകളാണ്. തിരുമേനി കത്തിച്ചു തരും. അതുകൊണ്ട് ആഞ്ജനേയ സ്വാമിയുടെ 5 പ്രാവശ്യം. അപ്പോൾ ഇത് ഒരു ക്ഷേത്രക്കുളത്തിൻ്റെ നടുക്കായിട്ടാണ് ആഞ്ജനേയ സ്വാമിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നേരെ രൗദ്രഭാവത്തിലിരിക്കുന്ന ശിവഭഗവാനെ ഓപ്പോസിറ്റായിട്ടാണ് അദ്ദേഹത്തിന്. അപ്പോൾ തൊഴുത് പ്രാർത്ഥിച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ദേഷ്യമൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ടല്ലേ, ഭയങ്കര വളരെ രസകരമായിട്ടുള്ളൊരു അന്തരീക്ഷം. ഇനി നെയ്വിളക്ക് കത്തിച്ചിട്ട് ചുറ്റും പ്രദക്ഷിണം വയ്ക്കണം 5 പ്രാവശ്യം. പിന്നെ ഈ ഒരു ക്ഷേത്രത്തിന് ഇതിനകത്ത് ധാരാളം പ്രതിഷ്ഠകളുണ്ടല്ലോ. അതിൽ പ്രധാനപ്പെട്ട മൂർത്തിയാണ് ഹനുമാനസ്വാമി. ഇത് വിസ ടെമ്പിൾ ഓഫ് കേരള എന്നും അറിയപ്പെടുന്നു. കാരണം ഇവിടെ ആഗ്രഹിച്ച് പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ പഠനാവശ്യങ്ങൾക്കാകാം, അതല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടാണ്, അത് പെട്ടെന്ന് നടന്നു കിട്ടും എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഒരുപാട് പേർക്ക് അങ്ങനെ അനുഭവമുണ്ട്. അതുകൊണ്ട് അങ്ങനെ ആൾക്കാർ ഇങ്ങനെ പറയുന്നു. പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റും ഇങ്ങനെ കുറേ വൈറ്റ് പേപ്പറിൽ ഇങ്ങനെ എഴുതി ഇങ്ങനെ മാല പോലെ തൂക്കിയിട്ടുണ്ട്. അതെല്ലാം ഓരോരുത്തരുടെയും പ്രാർത്ഥനകളാണ്, നടക്കേണ്ട ആഗ്രഹങ്ങൾ. അതങ്ങനെ വെച്ചിട്ടുണ്ട്, അതിങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പം നീരാഞ്ജന നെയ്വിളക്കാണിത്. ചൈത്ര ചന്ദ്രമാസത്തിൽ ഹനുമാൻ ജയന്തി ഹനുമാൻ സ്വാമിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അന്നേ ദിവസം വളരെ സവിശേഷമായ പൂജാവിധികളോടുകൂടി നടക്കുന്ന ഉത്സവമാണ് ആഞ്ജനേയ ദിവ്യദർശനം. ഒരു വർഷത്തിൽ ഒരിക്കൽ മാത്രം തയ്യാറാക്കി നേദിക്കുന്ന ലഡ്ഡു പ്രസാദം ഇവിടെ വളരെ പ്രധാനപ്പെട്ട നേർച്ചയാണ്. പ്രസ്തുത പൂജയിൽ ഭക്തജനങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഞാനും ഇവിടെ വന്നിരിക്കുന്നത്.
ഇതാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. വലിയ ലഡുവാണ് ഇത്. നാളെ മുതലാണ് ഇവിടെ അതായത് ആഞ്ജനേയ ദിവ്യദർശനം ആരംഭിക്കുന്നത്. 5 ദിവസത്തെ ദിവ്യദർശനം ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ലഡു. അപ്പോൾ അത് ഇന്നാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇപ്പോൾ ഉണ്ടാക്കി തുടങ്ങി, നമുക്ക് അവിടെയും പോയി കാണാം. അപ്പോൾ സരസ്വതി മണ്ഡപത്തിൽ കിളിമരത്ത് കാവ് കടയ്ക്കൽ ഇവിടെയാണ് ആഞ്ജനേയ ദർശനത്തിന് വേണ്ടിയിട്ട് ദിവ്യദർശനത്തിന് ഇവിടെ കളമൊരുങ്ങുകയാണ്. അത് ഇവിടെയാണ് ഭഗവാന്റെ ശിവേലി വിഗ്രഹത്തിലേക്ക് ഭഗവാന്റെ ശക്തി ആവാഹിച്ച് ഇവിടെ വയ്ക്കും. ഭക്തർക്ക് വന്ന് പ്രാർത്ഥിക്കാനും പിന്നെ ഇതുപോലെ നേദ്യം കൊണ്ടുവന്നിട്ട് ലഡു എല്ലാം പൂജിച്ച് അവിടെ കൊണ്ടുവന്ന് സമർപ്പിക്കണം. ഇവിടെ അടുത്ത പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ മുരുക ഭഗവാനാണ്. തുലാമാസത്തെ സ്കന്ദഷഷ്ടിയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ദിവസം. പിന്നെ മുരുക ഭഗവാന്റെ പ്രതിഷ്ഠ കഴിഞ്ഞു. ഇനി നവഗ്രഹങ്ങളുണ്ട്. അതും വളരെ വ്യത്യസ്തമാണ്. ദീർഘചതുരാകൃതിയിലാണ് അവിടുത്തെ നിർമ്മാണം. അപ്പോൾ ഹനുമാൻ സ്വാമിക്ക് ഇന്ന് ഫുള്ള് വെണ്ണ കൊണ്ട് മുഴുക്കാപ്പാണ്. ഈ ദിവസങ്ങളിൽ 5 ദിവസവും വെണ്ണ മുഴുക്കാപ്പ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഫുൾ ബോഡിയിൽ നല്ല വെണ്ണ കൊണ്ട് പൊതിഞ്ഞിരിക്കുക. ഇവിടുത്തെ ഒരു പ്രധാന നേർച്ചയും അതാണ്. പിന്നെ ഇവിടെ എല്ലാ പൂക്കളെല്ലാം ഇവരുടെ തന്നെ പൂക്കൾ, ഇവിടെ നട്ടു വളർത്തിയ പൂക്കൾ തന്നെ പൂജയുടെ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതെ, ആൾക്കാരുടെ പ്രാർത്ഥനകളാണ് ഈ പേപ്പറായിട്ട് എഴുതി ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നത്. ഇത് ഈ ഹനുമാൻ ഭഗവാൻ ആഞ്ജനേയ സ്വാമി ഇരിക്കുന്ന ശ്രീകോവിലിന് ചുറ്റും ഇങ്ങനെ കാണാം. ഇത് കുളത്തിൻ്റെ നടുക്കാണ് അദ്ദേഹത്തിൻ്റെ ആഞ്ജനേയ സ്വാമിയുടെ പ്രതിഷ്ഠ ഇരിക്കുന്നത്. അവിടെ ഇങ്ങനെ ചുറ്റും ഹാരം മാതിരി ഇങ്ങനെ മാല തൂക്കി, അതായത് എല്ലാ ആഗ്രഹങ്ങളാണ് പേപ്പറിൽ എഴുതിയിട്ട് അവിടെ ഇങ്ങനെ ഇവിടെ സമർപ്പിക്കും. അതിങ്ങനെ തൂക്കി ഇതാണ് നമ്മുടെ നവഗ്രഹ മണ്ഡപം. ദീർഘവൃത്താകൃതിയാണ് അല്ലേ? ദീർഘവൃത്താകൃതിയിലുള്ള ഒരു ഷേപ്പ്. അതങ്ങനെ അധികം കാണാറില്ല. ഇല്ല, അങ്ങനെ ഒന്നുമില്ല. 8 തൂണുകൾ, അഷ്ടദിക്പാലകരാണ്. ദമ്പതി ഭാവത്തിലാണ് വിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. പ്രപഞ്ചത്തെ അടിസ്ഥാനമാക്കി സൂര്യനും അതിനു ചുറ്റും വർത്തുളാകൃതിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഗ്രഹങ്ങളും അതിലെ 12 രാശികളും 27 നക്ഷത്രങ്ങളും ഉൾക്കൊണ്ടുവേണം മണ്ഡപം നിർമ്മിക്കാൻ. ആകാശഗംഗയിലെ ശക്തി ചൈതന്യത്തെ സൂക്ഷ്മതയിലേക്ക് സംയോജിപ്പിച്ച് പ്രതിഷ്ഠിക്കുന്ന ഭാരതത്തിലെ ആദ്യത്തെ ദീർഘവൃത്ത നവഗ്രഹ ക്ഷേത്ര മണ്ഡപമാണിത്. നവഗ്രഹ ചൈതന്യം വാസ്തുവിൻ്റെ മാനപ്രമാണത്തിലൂടെ വിന്യസിച്ച് പ്രാണശക്തി നൽകുന്നു. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാനിത് കാണുന്നത്. 27 നക്ഷത്രങ്ങൾ, നമ്മുടെ എല്ലാം നക്ഷത്രങ്ങളുണ്ടല്ലോ. ഓരോ നക്ഷത്രത്തിനും ഓരോ വൃക്ഷങ്ങളുണ്ട്. നമുക്കിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഓരോ നക്ഷത്രത്തിനും അവരുടെ സ്പെഷ്യൽ വൃക്ഷം. ആ വൃക്ഷത്തിനെ നമ്മൾ പരിപാലിക്കുകയാണെങ്കിൽ, നട്ടു പരിപാലിച്ചാൽ നമുക്ക് ഭയങ്കര ഐശ്വര്യമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഈ 27 വൃക്ഷങ്ങൾ ഒരു ബോൺസായി മോഡലിലാണ് ഇവരത് സൂക്ഷിക്കുന്നതും പരിപാലിക്കുന്നതും. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ഓർഡറിലല്ലെങ്കിലും നമുക്ക് കണ്ടു തുടങ്ങാം. അതായത് ഇത് അശ്വതി നക്ഷത്രക്കാർക്കുള്ളതാണ്. കാഞ്ഞിരം മരമാണിത്. ഇത് കാഞ്ഞിരം മരത്തിൻ്റേതാണ്. ഇങ്ങനെ ഒരു ബോൺസായി മോഡലായതുകൊണ്ട് അങ്ങനെ വളർന്ന് ഒരുപാട് അങ്ങ് പോകത്തില്ല. അപ്പോൾ അവർക്ക് സൂക്ഷിക്കാൻ എളുപ്പമാണ്. ഇത് ഭരണി നക്ഷത്രക്കാർക്ക് നെല്ലിയാണ് അവരുടെ വൃക്ഷം. അപ്പോൾ അത് നെല്ലിയുണ്ട്. അതുപോലെ ഇതാരറിയും, കാർത്തിക നക്ഷത്രക്കാരുടെ അത്തിമരം, ഇത്തി പേരാലെ അറിയാതെ അത്തിമരം. പിന്നെ രോഹിണി നക്ഷത്രക്കാർക്ക് ഞാവലാണ്. ഞാവൽപ്പഴം കിട്ടുന്ന ഞാവലില്ലേ, രോഹിണിക്കാരുടെ വൃക്ഷം ഞാവൽ. പിന്നെ മകയിരംകാർക്ക് കരിങ്ങാലി, നമ്മൾ വെള്ളം ഇട്ട് കുടിക്കുന്ന കരിങ്ങാലിയുടെ ബാർക്കിലാണ് കരിങ്ങാലി വെള്ളം ഉണ്ടാക്കുന്നത്. ഇതാണ് ആ വൃക്ഷം. ഈ നെല്ലിയുടെ ഇല പോലെ ഇരിക്കും. മകയിരംകാരുടെയാണ് കരിങ്ങാലി വൃക്ഷം. പിന്നെ വരുന്ന തിരുവാതിരക്കാരുടെ കരിമരം. അത് ചെറിയ വൃക്ഷമായിട്ട് നിൽക്കുന്നേ. പിന്നെ പുണർന്നംകാർക്ക് മുളയാണ്, ബാമ്പു. ഇതാണ് പുണർന്നത്തിൻ്റെ വൃക്ഷം, ചെടി എന്ന് പറയുന്നത് മുള. പിന്നെ ആയില്യംകാർക്ക് നാഗമരം. ആയില്യം എന്ന് പറഞ്ഞാൽ നാഗരാജാവിനെയാണല്ലോ നമുക്ക് ഓർമ്മ വരും. ആയില്യം നാഗമരമാണ് ആയില്യംകാരുടെ വൃക്ഷം.
അത് കുറച്ചൊന്ന് വാടിയത് പോലെ ഇരിക്കുന്നു. ഈ വേനൽ ഇല കഴിഞ്ഞ് അങ്ങനെ ആണല്ലേ. ഓക്കെ. പിന്നെ പൂരം നക്ഷത്രക്കാർക്ക് പ്ലാഷ് എന്ന് പറഞ്ഞ വൃക്ഷമാണ് പ്ലാഷ്. അത് പൂരത്തിൻ്റെ നക്ഷത്രം. പിന്നെ ഉത്രംകാരുടെ ഇത്തിമരം, അതാണ് ഉത്രത്തിൻ്റെ വൃക്ഷം. പിന്നെ അത്തം നക്ഷത്രക്കാരുടെ വൃക്ഷം എന്ന് പറഞ്ഞാൽ അമ്പഴങ്ങയില്ലേ, അമ്പഴങ്ങ, അതിൻ്റെ വൃക്ഷമാണിത്. ഇതെല്ലാം ബോൺസായി ട്രീറ്റ്മെൻറ്റാണ്. അത് കാരണം വളർന്ന് അങ്ങ് ഭയങ്കര പൊങ്ങി പോകത്തില്ല. അല്ലെങ്കിൽ ഇതൊക്കെ വലിയ വൻ വൃക്ഷങ്ങളാകേണ്ടതാണ്. അമ്പഴമാണ് അത്തം. പിന്നെ ചിത്തിര നക്ഷത്രക്കാർക്ക് കൂവളം, ശിവഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകളിലൊന്നാണ് കൂവളത്തിൻ്റെ ഇല. കൂവളം ചിത്തിര നക്ഷത്രക്കാരുടെയാണ്. പിന്നെ വരുന്നത് ചോതി നക്ഷത്രം, നീർമരുതാണിത് ചോതി നക്ഷത്രക്കാരുടെ വൃക്ഷം. പിന്നെ വിശാഖം നക്ഷത്രക്കാരുടെ വയ്യങ്കതാവ്, ഞാൻ കേട്ടിട്ടില്ല കേട്ടോ, ആദ്യമായിട്ടാണ്. വയ്യങ്കതവ് എന്ന് പറഞ്ഞ വൃക്ഷമാണ് വിശാഖം നക്ഷത്രക്കാരുടേത്. വയ്യങ്കതവ്. നിങ്ങളിതെല്ലാം കൊണ്ടുവന്ന് ഇവിടെ നട്ട് വളർത്തുകയാണല്ലേ. അയ്യോ, വളരെ സംഭവമാണ്. അനിഴം നക്ഷത്രക്കാരുടെ ഇലഞ്ഞിമരമാണിത്, ഇലഞ്ഞിമരം. പിന്നെ കേട്ടക്കാർക്ക് വെട്ടി എന്ന് പറയുന്ന വൃക്ഷം, വെട്ടി. എൻ്റെ നക്ഷത്രം എത്തുന്നേ ഉള്ളൂ. ഇതൊക്കെ നവഗ്രഹ പ്രതിഷ്ഠകളിരിക്കുന്നതിൻ്റെ അടുത്ത് അതിൻ്റെ ചുറ്റുമാണ് നട്ടിരിക്കുന്നത്. ഇത് പൂരുട്ടാതി നക്ഷത്രക്കാരുടെ മാവാണ് തേന്മാവ്, പൂരുട്ടാതി. ഉത്രട്ടാതിക്കാർക്ക് കരിമ്പന. പിന്നെ മൂലം നക്ഷത്രക്കാർക്ക് പയന മരം. ഇതാണ് പയന. പിന്നെ എൻ്റെ നക്ഷത്രവെത്തി ചതയം, കടമ്പാണ് എൻ്റെ നക്ഷത്രം. ചതയം നക്ഷത്രമാണ് ഞാൻ, കടമ്പ്. അപ്പോൾ എൻ്റെ മരം. അപ്പോൾ എനിക്ക് നട്ട് പരിപാലിക്കാൻ പറ്റിയില്ലെങ്കിലും ഇവിടെ വന്ന് ആ ഒരു മരം കാണുന്നു. അപ്പോൾ ഒന്ന് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് പരിപാലിച്ചിട്ട് പോകാം. അപ്പോൾ ഒരു പൂജ പോലെ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ മരത്തിനെ നമുക്ക് വന്ന് പൂജിച്ചിട്ട് പോകാൻ പറ്റും. പൂ എടുത്തിടണം. ഓക്കെ. മരത്തിൽ തൊടിക്കണം. ഭഗവാന്റെ ചന്ദനം ഭസ്മമൊക്കെ ഇവിടെ മതിയോ? ഒഴിക്കാം. അങ്ങനെ ഞാൻ എൻ്റെ നക്ഷത്രത്തിൻ്റെ മരത്തിനെ ഞാൻ എന്താ പറയുക പൂജിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എനിക്കുണ്ടാവും. ഞാൻ എൻ്റെ നക്ഷത്രത്തിലെ മരത്തിനെ ആദ്യമായിട്ടാണ് പൂജിക്കുന്നത്, കടമ്പ്. എനിക്കറിയേയില്ലായിരുന്നു കേട്ടോ. അയ്യോ, വളരെ സന്തോഷം. രേവതി ഇരുപ്പ എന്നുള്ള ഒരു മരമാണ്. അത് തൊട്ട് ബാക്കിലുണ്ട് ഇരുപ്പ. പിന്നെ ഇവിടെ പൂയം നക്ഷത്രക്കാർക്ക് എൻ്റെ ബ്രദറിൻ്റെ നക്ഷത്രമാണ്, അരയാലാണ് പൂയം. ഇത് അവിട്ടം, വന്നി എന്നുള്ള മകത്തിൻ്റെ പേരാലാണ് അല്ലേ. ഓ, മകം നക്ഷത്രക്കാർക്ക് പേരാൽ. അത് വലിയ മരമായിട്ട് തന്നെ ഉണ്ട്. പൂരാടം, പൂരാടത്തിന് വഞ്ചി. പ്ലാവ്, ഉത്രാടത്തിന് പ്ലാവ്. പിന്നെ തിരുവോണത്തിന് എരുക്ക്. അപ്പോൾ എല്ലാം ആയോ? 27 അല്ലേ? തിരുവോണം, എരുക്ക്. അപ്പോൾ 27 നക്ഷത്രങ്ങളുടെയും വൃക്ഷം ഇവിടെയുണ്ട്, പരിപാലിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ വന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ വൃക്ഷത്തിനെ നമുക്കും പ്രാർത്ഥിച്ച് പരിപാലിക്കാം. ഒരു വലിയൊരു അനുഭവമാണ്. ഇതൊക്കെ അശോക തെറ്റിയല്ലേ? അശോക മരം, തുളസി വനം. ഇത് 26 ജാതി തുളസി ഉണ്ട്. തുളസി വനം. അയമോദകോ? ആ മണമുണ്ടോ? ആ,
അയമോദകത്തിൻ്റെ മണമുണ്ട്. ഇത് മേഡം ഇത് വന്ന് ഇതേതാ? വിക്സ് തുളസി. ഒന്ന് മണപ്പിച്ചേക്കാം. വിക്സിൻ്റെ മണം. മധുര തുളസി ഉണ്ട് ഇവിടെ. ഇതൊന്ന് ചോദിച്ചു നോക്കി. ഇത് മധുര തുളസിയാണ്. ഇതാണ് മധുര തുളസി. മസാല തുളസി വേറെ മണപ്പിക്കണം. ഇത് കറി മസാലയുടെ മണം വരും എന്നാണ് പറയുന്നത്. മധുര തുളസി മണപ്പിക്കട്ടെ. ഉണ്ട് ഉണ്ട് ഉണ്ട്. ഇത് മധുര തുളസി. അയ്യോ നല്ല മധുരം. ടു സ്വീറ്റ്. നല്ല പെപ്പർ തുളസി ഉണ്ട്, മാർജാര തുളസി, മഞ്ഞൾ തുളസി, ശിവ തുളസി, ലക്ഷ്മി തുളസി. മഞ്ഞളുടെ. പിന്നെ എന്താ ഈ ലക്ഷ്മി തുളസി എന്താണ്? വേറെ ഫ്ലേവർ. നാരങ്ങ തുളസി ഉണ്ട്, പെപ്പർമെന്റ് തുളസി ആണോ? തുരുനീറ്റ് തുളസി. എത്ര ടോട്ടൽ എത്രയുള്ള ഇവിടെ? 26 സ്പീഷീസ് ഓഫ് തുളസി ആണോ? 26 വെറൈറ്റി ഓഫ് തുളസി. ഭസ്മ തുളസി, കാട്ടു തുളസി, കർപ്പൂര തുളസി. കർപ്പൂര തുളസി. ഇതേ വലിയ രാമതുളസി, ഒഴിഞ്ഞ വിഷ്ണുക്രാന്തി. ഇത് വേറെ. അപ്പോൾ തുളസി വനം, അതോടൊപ്പം ദശപുഷ്പങ്ങളുടെ ഒരു കളക്ഷൻ. ഇതെല്ലാം ഇവിടെ വളർത്തി. ഇതെല്ലാം അശോകമരമാണ്. അശോകത്തെറ്റി നമ്മൾ പറയും. ഇതിട്ട് എണ്ണ കാച്ചും. ഇതിട്ടിട്ട് ഈ പൂക്കളിട്ടിട്ട് ത്വക്ക് രോഗങ്ങൾക്ക് എന്തോ നല്ലത്, കഴിക്കാനും നല്ലതാണ്. വളരെ നല്ലതാണ്. ഗണപതി ഭഗവാൻ. ദൈവമേ. ഗണപതി ഭഗവാനാണ്. ഇനി ശാസ്താവിൻ്റെ പ്രതിഷ്ഠയുടെ അവിടെ പോകണം. ഇത് ദീർഘചതുരാകൃതിയിലാണ് ഇതിൻ്റെ നിർമ്മിതി. ശാസ്താവിൻ്റെ വലിയ വിഗ്രഹമാണ് ഇത്. ഇത്രയും വലിയ വിഗ്രഹം ഒരു ക്ഷേത്രത്തിൽ അങ്ങനെ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഇത് എന്താ പറഞ്ഞത്? ഇത് ബാലാലയ രൂപത്തിലാണ്. വലിയൊരു വിഗ്രഹം ചെറിയ ശ്രീകോവിലാണ്. പക്ഷേ ഒരു സമയമാകുമ്പോൾ അത് വലിയ ക്ഷേത്രത്തിലേക്ക് മാറും. ബാലാലയ സങ്കല്പത്തിലുള്ള ശാസ്താവ്. ഇനി നാഗരാജാവിൻ്റെ പ്രതിഷ്ഠ, നാഗരതറ. ഇത് കർപ്പൂരമരം. നല്ല കർപ്പൂരമാണ്. ഇതിൻ്റെ കറയിൽ നിന്നാണ് യഥാർത്ഥ കർപ്പൂരം ഉണ്ടാക്കേണ്ടതെന്നാണ് പറയുന്നത്. റെയറായിട്ടുള്ള പ്ലാന്റ്സും ട്രീസും ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും. അതെന്താ? അത് നാഗമരം. അതിനോടടുത്ത് രുദ്രാക്ഷമരവുമുണ്ട്. ഇതാണ് ശിംശപാ വൃക്ഷത്തിൻ്റെ ഇത്, ഈ വലുതായത്. ഇത് ആണ് സീതാദേവി. ഇതിൻ്റെ ചോട്ടിലാണ്, അതായത് ഇതിൻ്റെ വലിയ വൃക്ഷത്തിൻ്റെ ചോട്ടിലാണ് ഇരുന്നതെന്നാണ് പറയുന്നത്. രാവണൻ തട്ടിക്കൊണ്ടുപോയപ്പോൾ. ഇത് നോക്കിയേ, രുദ്രാക്ഷം. പിന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു മരം കിളിമരം. കിളിമരത്ത് കാവാണല്ലോ. അതെ, കിളിമരം. നല്ല ഷെയ്ഡാണ് കിളിമരം. പണ്ട് ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നൊരു കിളിമരം. നല്ല രസമുള്ള മരമാണ് കേട്ടോ. നല്ല തണൽ വൃക്ഷമാണത്. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് ഇവിടുത്തെ പ്രധാന വഴിപാടായ ലഡ്ഡു നിർമ്മാണം ആ യൂണിറ്റിലേക്കാണ്. ഇവിടെ ഈ ഒരു വഴിപാട് തുടങ്ങിയ കാലം തൊട്ട് ചങ്ങനാശ്ശേരിയിലെ ഒരു കുടുംബം ആ ഭാഗത്തുനിന്ന് വന്നിട്ടാണ്, നമ്പൂതിരിമാരാണ് ലഡ്ഡു ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകും. വർഷത്തിലൊരിക്കൽ മാത്രമേ ഈ ലഡ്ഡു നിർമ്മാണമുള്ളൂ ഇവിടെ. ഒരു ദിവസം മാത്രമേ നേദിയുള്ളൂ. ഒരു ദിവസമേ നേദിക്കുള്ളൂ അല്ലേ? അത് നാളെ ഇന്ന്. അപ്പോൾ ലഡ്ഡു നിർമ്മാണം ദ്രുതഗതിയിൽ ഇവിടെ നടക്കുന്നു. ഇവിടെ വർഷങ്ങളായിട്ട് ലഡ്ഡു ഉണ്ടാക്കുന്ന
ആൾക്കാർ തന്നെയാണിത്. ഇവരെല്ലാം നമ്പൂതിരിമാരാണ്. ചങ്ങനാശ്ശേരിയിൽ നിന്നാണോ വന്നിരിക്കുന്നത്? അവിടുത്തെ പുതുമന ഇല്ലം, കുറിച്ചി പുതുമന ഇല്ലം, അവിടെ നിന്നാണ്. വലിയ ലഡുവാണ്. ഇപ്പോൾ നമ്മൾ തിരുപ്പതി ലഡു എന്ന് പറയില്ല, അതുപോലത്തെ ലഡുവാണ്, ബിഗ് സൈസ്. പ്യുവർ ഗീലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിൽ എന്തൊക്കെയെങ്കിലും പ്രത്യേകത പറഞ്ഞു തരാനുണ്ടോ? സ്പെഷ്യലായിട്ട് നെയ്യിലാണ് വറുക്കുന്നതും എല്ലാം അല്ലേ? ടോട്ടലി നെയ്യാണ്, ഫുൾ നെയ്യാണ്. കളറൊന്നുമില്ല, നാച്ചുറൽ ആയിട്ടുള്ള കളർ തന്നെയാണ്. ആ കടലമാവിൻ്റെ നിറം. കിസ്മിസ്, ഏലക്ക, ഗ്രാമ്പു പൊടി ചേർക്കും. ഇങ്ങനെ ലാർജ് സ്കെയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇഷ്ടം പോലെ ഉണ്ടാക്കി വെക്കുന്നു. അപ്പോൾ ഇത് ഇന്നാണ് ഇതിൻ്റെ പ്രധാന വഴിപാട്. ഈ ഒരു ദിവസം മാത്രം. ഇന്ന് വെളുപ്പിന് തുടങ്ങിയതാണല്ലേ? എത്ര മണിക്ക് തുടങ്ങിയിട്ടുണ്ടാവും? അയ്യോ, ഏർലി മോർണിംഗ്. രാത്രി ഏർലി മോർണിംഗ് 2 മണിക്ക് സ്റ്റാർട്ട് ചെയ്തതാണ്. ഉച്ചയാകുമ്പോഴേക്കും ഏതാണ്ട് തീരും. ഇനി ഇത്രയും കൂടെ ഉള്ളൂ. അതിങ്ങനെ അടിക്കുക. അതായത് ഇന്നാണ് ഇവിടെ ആഞ്ജനേയ സ്വാമിക്ക് ഈ ലഡു സമർപ്പിക്കുന്ന ദിവസം. ഇത് ഇങ്ങനെ ഉണ്ടാക്കി നെറ്റിട്ട് അടച്ച് വെച്ചിരിക്കുവാണ് ഒരു സൈഡിലായിട്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ലഡു നിർമ്മാണം ദ്രുതഗതിയിൽ. അപ്പോൾ ഇന്ന് ഒരു ദിവസം മാത്രമേ ഉള്ളൂ ആഞ്ജനേയ സ്വാമിക്ക് ഈ ലഡു സമർപ്പിക്കുന്നത്. ഇത് തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റെ കീഴിൽ വരുന്ന ക്ഷേത്രമാണ്. തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റെ ക്ഷേത്രങ്ങളിൽ വെച്ചിട്ട് ഇവിടെ മാത്രമേ ഉള്ളൂ ആഞ്ജനേയ സ്വാമിക്ക് ഇങ്ങനെ ലഡു നേദ്യമായിട്ട് കൊടുക്കുന്നത് അല്ലേ? ലഡു പ്രസാദം എന്നാണ് പറയുന്നത്, ലഡു പ്രസാദം. അപ്പോൾ ഭഗവാന് നേദിച്ച് കഴിഞ്ഞു. അത് ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. ഇനി വരുന്ന ഭക്തർക്കെല്ലാം വാങ്ങിയിട്ട് പോവാം ഈ പ്രസാദം. നമുക്ക് കാണുമ്പോൾ എളുപ്പമായിട്ട് തോന്നുന്നുണ്ട്. എളുപ്പമൊന്നുമല്ല, നല്ല ചൂടുണ്ട്. ചൂടോടുകൂടി മാത്രമേ ബോളായിട്ട് പിടിക്കാൻ പറ്റുള്ളൂ, എന്നാലേ അത് ഉറച്ച് കിട്ടുള്ളൂ. കൈയൊക്കെ നന്നായിട്ട് പൊള്ളും. പക്ഷേ ഇവർക്കത് വർഷങ്ങളായി ചെയ്തുള്ളൊരു ശീലമാണ്. അതേ കൈയെല്ലാം ചുമന്നിരിക്കുന്നു. ഓക്കെ, കംപ്ലീറ്റ് നെയ്യ്. കൈയെല്ലാം നല്ല ചുമന്നിരിക്കുന്നു. നോക്കി ഇത്രയും ലഡു പിടിച്ചിട്ട് ചൂടായിട്ട് പിടിക്കുക. ഇതും ഒരു സമർപ്പണമാണ് അല്ലേ? ഭഗവാന് വേണ്ടി ചെയ്തത്. നിങ്ങളിത് എത്ര വർഷമായിട്ടുണ്ടാവും ഇവിടെ? ഇപ്പോൾ ഈ ലഡു പ്രസാദം 6 വർഷം. 6 വർഷമായിട്ട് ഈ ലഡു പ്രസാദം വളരെ ഫേമസ് ആണ് ഇവിടെ. ഈ ഒരു ക്ഷേത്രവും ഇവിടെ ആഞ്ജനേയ സ്വാമിയെ പ്രതിഷ്ഠിച്ചതിന് ശേഷം ഈ ലഡു പ്രസാദമാണ് ചെയ്തു കൊടുക്കുന്നത്. ഇവർ തന്നെയാണ്, ഫുൾ ഈ ടീം തന്നെയാണ് ഇപ്പോഴും. ഇവരെല്ലാവരും തന്നെ ഇവിടുത്തെ യോഗ ക്ലാസ്സിലെ അംഗങ്ങളാണ്. അവരെല്ലാം രാവിലെ ഇവിടെ എത്തിയിട്ടുണ്ട്. വളരെ സന്തോഷം. 5 മണി തൊട്ട് യോഗ തുടങ്ങും അല്ലേ? ഈ ക്ഷേത്രത്തിലെ ദേവജ്ഞനാണ് ശ്രീ മുരളീകൃഷ്ണൻ. അദ്ദേഹമാണ് ഇവിടുത്തെ പ്രശ്നം വയ്ക്കലും അല്ലേ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ? രഘുവായിട്ട് പിന്നീട് ശേഷമാണ് പ്രതിഷ്ഠ നടത്തിയത്. ഓക്കെ, ഞാൻ ഈ ദേശവാസി ആയതുകൊണ്ട് ഒരു സ്ഥല ജ്യോത്സ്യൻ എന്നുള്ള നിലയിൽ കൂടെ പങ്കെടുപ്പിക്കുക. അപ്പൊ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ അത്യാവശ്യം ഞാനാണ് വരുന്നത്. ജ്യോത്സ്യം ഇവിടുത്തെ കാര്യങ്ങൾ പ്രശ്നങ്ങളൊക്കെ നോക്കാൻ കൂടുതൽ പഠിച്ചുള്ള ആൾക്കാരെ പങ്കെടുപ്പിക്കേണ്ട ആവശ്യമുള്ളപ്പോൾ അങ്ങനെ വിളിച്ചു വരും. ആഞ്ജനേയ ദിവ്യദർശനത്തിൻ്റെ ഭാഗമായിട്ട് വിളക്ക് നേർച്ച ഇവിടെ ചെയ്യുന്നവർക്ക് ഇവിടെ സ്പെഷ്യൽ പ്രസാദമുണ്ട്. അതിങ്ങനെ പാത്രങ്ങൾ, പല ടൈപ്പ് പാത്രങ്ങളിലാണ് കൊടുക്കാമെന്ന് പറയും. കാസറോള് പോലെയുള്ള കാര്യങ്ങൾ, അതായത് വീട്ടിൽ കൊണ്ടുപോകാം. എന്നിട്ട് അതെപ്പോഴും നമ്മൾ ഓർമ്മിക്കും, ഈ ഭഗവാന്റെ ഇവിടെ വന്നപ്പോൾ കിട്ടിയതാണല്ലോ എന്ന്. ഇത് കുറച്ച് ഫ്രൂട്ട്സൊക്കെ ആയിട്ട് കുറച്ച് പ്രസാദമുണ്ട്. സന്തോഷം, താങ്ക് യു. ഇതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മള് നവഗ്രഹ ക്ഷേത്രം പണിഞ്ഞ ആ തടി കൊണ്ടാണ് ഇത് പണിഞ്ഞത്. നവഗ്രഹ ക്ഷേത്രം പണിഞ്ഞ ആ തടി കൊണ്ട് കറവേങ്ങ എന്ന് പറയും. കറവേങ്ങ ഇത് ഒരിക്കലും ഒളുത്തുപോവേ അങ്ങനെ ഒന്നും വരത്തില്ല. അങ്ങനത്തെ തടിയാണ് നവഗ്രഹ ക്ഷേത്രം പണിത്. അതേ തടി കറവേങ്ങ അത് വെച്ചിട്ടാണ് ഇത് പണിഞ്ഞത്. അതാണ് ഇതിന്റെ പ്രത്യേകത. സന്തോഷം.
ഓക്കെ, പോയിട്ട് വരാം. ശരിയാണ്. ശരി. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് നമ്മൾ കിളിമരത്ത് കാവക്ഷേത്രത്തിൽ നിന്ന് പോകും.